ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ആലു പൊറോട്ട ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടി ആവശ്യമായ സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, സവോള, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, പൊട്ടറ്റോ 2 ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്നതാണത്. അതിൻ്റെ കൂടെ മല്ലിയില, ഒരു അര നാരങ്ങ. ഞാൻ ഇതിൻ്റെ അകത്ത് ഓപ്ഷണലായിട്ട് റോസ്മേരി, ബേസൽ ലീവ്സ്, ഇടിച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിലും ഉപയോഗിക്കാം. പൊട്ടറ്റോ നല്ലപോലെ സ്മാഷ് ചെയ്തെടുത്തിട്ട് ഒരു പാൻ വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ കടുക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് നല്ലപോലെ ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ പച്ചപ്പഞ്ഞ് മാറിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടതാണ് സബോളയുടെ കൂടെ തന്നെ നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച് ക്യാരറ്റും അതിൻ്റെക്ക് ഇടാവുന്നതാണ്. സബോളയും ക്യാരറ്റും നല്ലപോലെ ഒന്ന് വഴന്നു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടതാണ് ഇടിച്ച മുളക് പൊടി. അതിൻ്റെ സമയത്ത് നിങ്ങൾക്ക് പച്ചമുളകാണെങ്കിലും യൂസ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്. റോസ്മേരിയുടെ ടേസ്റ്റ് എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ റോസ്മേരി ചേർക്കുന്നത്. റോസ്മേരി, പിന്നെ കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ലപോലെ ഇട്ട് അതിൻ്റെ പച്ചപ്പ് മാറുന്നേരം വരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂണ് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത്, ബേസൽ ലീവ്സ് ആഡ് ചെയ്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെ പൊടി ഐറ്റംസിൻ്റെ പച്ചപ്പ് മാറുന്നിടം വരെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അത് നല്ലപോലെ ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മുടെ സ്മാഷ് ചെയ്ത പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അത് നല്ലപോലെ മിക്സായ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയിലയും ഇട്ട് ഒരു അര നമ്മുടെ നാരങ്ങ നീരും നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ അകത്തിട്ട് വയ്ക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇടേണ്ടതാണ്. ഉപ്പ് ഇൻ ബിറ്റ്വീൻ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ടയ്ക്കായിട്ട് മാവ് നല്ലപോലെ കുഴച്ച് കുറച്ച് എണ്ണയൊക്കെ തിരുമ്മി വെച്ചിരുന്നതാണ്. അത് നമ്മൾ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് എടുത്ത് പൊട്ടറ്റോയും കൂടെ ഫില്ല് ചെയ്ത് നമ്മുടെ ചപ്പാത്തി പലകയിട്ട് പരത്തി എടുക്കാവുന്നതാണ്. ഇതിനധികം നേരം ഒന്നും ആകുകയില്ല. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാനൊരു തൈരിൻ്റെ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ആലു പൊറോട്ട റെഡി ആയിരിക്കുന്നു. താങ്ക് യു.